ബൈബിൾ, പ്രത്യേകിച്ച് സുവിശേഷം ധാരാളമായ വാഗ്ദാനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അനേകം വാഗ്ദാനങ്ങൾ നിറഞ്ഞ വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുക്കുമ്പോൾ ഈ വാഗ്ദാനങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കണം. ആരാണ് ഈ വാഗ്ദാനങ്ങൾ നൽകുന്നത്? നൽകാൻ കഴിയുന്നവനാണ് വാഗ്ദാനങ്ങൾ നൽകുന്നത്. തീർച്ചയായിട്ടും വാഗ്ദാനം നൽകിയാൽ വാഗ്ദാനം പാലിക്കാൻ കഴിയുന്നവനാണ് അത് നൽകുന്നത്. അതുകൊണ്ട് അനേകം വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരട്ടെ. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് തരാം എന്നല്ല വാഗ്ദാനം. പിന്നെ എന്താണ് വാഗ്ദാനം? ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നല്ല വാഗ്ദാനം. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, ഞാൻ നിങ്ങൾക്ക് തുറന്നു തരാം എന്നല്ല വാഗ്ദാനം. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നാണ് വാഗ്ദാനം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ചോദിക്കുവിൻ തരാമെന്ന് പറയുന്നതും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചോദിക്കുന്നത് തന്നെ ലഭിക്കലായിത്തീരും. ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നതെന്തോ അത് നമുക്ക് ലഭിക്കും, അനുഭവിക്കാൻ പറ്റും. ചോദിക്കലും സ്വീകരിക്കലും ഇവിടെ ഒന്നാവുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ചോദിക്കുന്ന ഒരു വ്യക്തി കിട്ടിക്കഴിഞ്ഞു എന്ന ഉറപ്പോടുകൂടി നന്ദി പറഞ്ഞുകൊള്ളാൻ പറഞ്ഞു. ചോദിക്കുമ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു എന്ന ഉറപ്പിൽ നന്ദി പറയാൻ നമുക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ചോദിക്കുമ്പോൾ ദൈവം തന്നതിനെ നമ്മൾ സ്വീകരിക്കുകയാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, നാം ചോദിക്കുന്നത് കൊണ്ട് ദൈവം തരികയല്ല, ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് നാം ചോദിക്കുക. തന്നിട്ടുള്ളത് കൊണ്ട് ചോദിക്കുന്നതും തരുമെന്ന് പ്രതീക്ഷിച്ച് ചോദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന്, എനിക്കൊരു സാധനം ആവശ്യമുണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു കാറ് എനിക്ക് ഒരു സ്ഥലത്ത് പോകാനായിട്ട് ആവശ്യമുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു വ്യക്തിയോട് ഞാൻ ചോദിക്കുന്നു, എനിക്കൊരു കാറ് ഇന്ന സ്ഥലത്തേക്കൊന്ന് പോകാൻ അത്യാവശ്യമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി എനിക്ക് തരുന്നെന്നിരിക്കട്ടെ. അതേസമയം ആ വ്യക്തി എന്നെ അറിയിക്കുകയാണ്, അച്ഛൻ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഇവിടെ കാറ് കിടപ്പുണ്ട് കേട്ടോ, അച്ഛനെപ്പം വേണമെങ്കിലും വന്നെടുത്തോണ്ട് പോകാം എന്നെന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാറ് എനിക്ക് വേണ്ടി തന്നിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഞാൻ സന്തോഷത്തോടെ അവിടെ ചെന്നിട്ട് ആ കാറിൻ്റെ താക്കോല് ചോദിക്കാം, ആ കാറ് നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് ഒന്ന് കൊണ്ടുപോകണം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുക. അപ്പം ചോദിക്കുമ്പോൾ എനിക്ക് ലഭിക്കുകയാണ്. ഇതാണ് ദൈവം നമുക്കെല്ലാം തന്നിട്ടുണ്ട്. തന്നിട്ടുള്ളത് കൊണ്ടാണ് ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഈശോ പറഞ്ഞത്. അപ്പം ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ചോദ്യത്തിന് ഒരു ബലം കുറഞ്ഞു പോകരുത്. കാരണം ഒരുപക്ഷെ കിട്ടിയേക്കാം, അല്ലെങ്കിൽ തന്നേക്കാം എന്നല്ല, തന്നിട്ടുണ്ട്, ഉറപ്പാണ്. ചോദിക്കുമ്പോൾ, വിശ്വാസത്തോടെ ചോദിക്കുമ്പോൾ നമ്മളത് സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ശുദ്ധവായു നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. ശുദ്ധവായു നിറഞ്ഞു നിൽക്കുന്നുവെങ്കിലും നമ്മൾ ശ്വസിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. സ്വീകരിക്കാതെ ഒരിക്കലും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ എപ്രകാരം നമ്മൾ സ്വീകരിക്കുമോ ആ സ്വീകരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. സ്വീകരിക്കാതിരുന്നാലോ നമുക്ക് ലഭിക്കില്ല. അപ്പോൾ തന്നതുകൊണ്ട് മാത്രം നമുക്ക് ലഭിക്കില്ല, സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസത്തോടു കൂടി നാം ചോദിക്കുമ്പോൾ ദൈവം തന്നിട്ടുണ്ട് എന്ന ഉറപ്പോടുകൂടി വേണം ചോദിക്കാൻ. അങ്ങനെ ചോദിക്കുമ്പോൾ ആ ചോദിക്കൽ സ്വീകരിക്കലായിട്ട് മാറുകയാണ്. ഒരമ്മ തൻ്റെ കുഞ്ഞിന് തൻ്റെ അമ്മിഞ്ഞ പാല് കൊടുക്കുന്നു. വളരെ പവിത്രമായൊരു കാര്യമാണ്. ഈ കുഞ്ഞ് അമ്മിഞ്ഞപ്പാല് കുടിക്കുകയാണ്. അമ്മയുടെ കൊടുക്കലും
കുഞ്ഞിൻ്റെ കുടിക്കലും രണ്ടാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? രണ്ടല്ല, പിന്നെയോ? കുഞ്ഞിൻ്റെ കുടിക്കൽ അമ്മയുടെ കൊടുക്കലാണ്. ഇത് രണ്ടിനെയും വേർതിരിക്കാൻ പാടില്ല. അപ്പോൾ കുഞ്ഞ് കുടിക്കുന്നു എന്നതും അമ്മ കൊടുക്കുന്നു എന്നതും ഒന്ന് തന്നെയാണ്. പക്ഷെ കുഞ്ഞ് കുടിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ കൊടുക്കൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ കുഞ്ഞ് കുടിക്കണം. അപ്പോൾ കുഞ്ഞിൻ്റെ കുടിക്കലാണ് അമ്മയുടെ കൊടുക്കൽ. ഇതുപോലെ ദൈവം നമുക്ക് നൽകിയതിനെ നാം സ്വീകരിക്കലാണ് ദൈവത്തിൻ്റെ കൊടുക്കൽ യാഥാർത്ഥ്യമാകുന്നത്. അപ്പം നിരന്തരം കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ നൽകുന്നതിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ചോദിച്ച് സ്വീകരിക്കണം. വിശുദ്ധ വിൻസെൻ്റ് പോൾ 400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു വലിയ വിശുദ്ധനാണ്. നമുക്കറിയാം, ഈ വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ നാമധേയത്തിലാണ് എൻ്റെ കോൺഗ്രിഗേഷൻ നിലകൊള്ളുന്നത്. എൻ്റെ പേരിനോട് ചേർത്ത് VC എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ചിലയിടത്ത് തെറ്റിച്ച് OC എന്ന് എഴുതി വച്ചിട്ടുണ്ട്. OC അല്ല, VC ആണ്. VC എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വിൻസെൻ്റ് കോൺഗ്രിഗേഷനിലെ ഒരംഗമാണെന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് എൻ്റെ പേരിൻ്റെ കൂടെ VC എന്ന് കാണും. അതുപോലെ ഒത്തിരി അച്ഛന്മാരുടെ പേരിൻ്റെ കൂടെ VC എന്ന് കാണും. ചിലപ്പോൾ CMI എന്ന് കാണും, ചിലപ്പോൾ OCD എന്ന് കാണും. അതൊക്കെ ഓരോ സഭയാണ് വാസ്തവത്തിൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ VC എന്ന് പറഞ്ഞാൽ വിൻസെൻ്റ് കോൺഗ്രിഗേഷനിലെ അംഗമാണെന്നാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധ വിൻസെൻ്റ് പോൾ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു. ഈ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടിയ ശക്തി കൊണ്ട് ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത ആളായിരുന്നു. പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനാണ്. ഈ വിൻസെൻ്റ് പോളിൻ്റെ മനോഹരമായ വളരെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇതാണ്: Man gets almost nothing from God without prayer. Man gets almost nothing from God without prayer. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, പ്രാർത്ഥന കൂടാതെ ഒന്നും തന്നെ മനുഷ്യന് ദൈവത്തിൽ നിന്ന് കിട്ടുന്നില്ല. പ്രാർത്ഥന കൂടാതെ ഒന്നും തന്നെ ദൈവത്തിൽ നിന്ന് മനുഷ്യന് കിട്ടുന്നില്ല. അപ്പം അതിസ്വാഭാവികമായതെല്ലാം, അനുഗ്രഹമായതെല്ലാം, സ്വാഭാവികത്തിന് അതീതമായതെല്ലാം പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കൂടുതൽ സ്വീകരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധാത്മാക്കളൊക്കെ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. ഈ പ്രാർത്ഥിക്കുന്നതെല്ലാം അവർ നിരന്തരം സ്വീകരിക്കലായിട്ട് അവർക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നിരന്തരം സ്വീകരിക്കലായിരുന്നു അവരുടെ ജീവിതം. അപ്പം ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നു, കൃപ സ്വീകരിക്കുന്നു, ജീവൻ സ്വീകരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കാണുന്നു: ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും, അതോടൊപ്പം തന്നെ അന്വേഷിക്കാൻ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കുന്ന നിങ്ങൾ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ അന്വേഷിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നല്ല അർത്ഥം. അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു. എന്തുകൊണ്ടാണ് കണ്ടെത്തുന്നത്? കർത്താവ് ഉറപ്പ് പറയുന്നുണ്ട്: ചോദിക്കുന്നവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവൻ തുറന്ന് കിട്ടുകയും ചെയ്യുന്നു. അപ്പം അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു എന്ന് ഉറപ്പ് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, ഉറപ്പാണ്. കാരണം ദൈവം മനുഷ്യനെ തേടി വരുന്നതുകൊണ്ടാണ്. നമ്മളെ ഓരോരുത്തരെയും തേടി ദൈവം വരുന്നുണ്ട്. ദൈവം അങ്ങനെ സ്വർഗത്തിൽ നമ്മെ അവഗണിച്ചിരിക്കുന്ന ഒരു ദൈവമല്ല. യേശു ക്രിസ്തുവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ നമ്മെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മെ തേടി വരുന്നത് കൊണ്ടാണ് ദൈവത്തിനെ നമുക്ക് അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ പറ്റുന്നത്. അതുകൊണ്ട് ആരൊക്കെ ദൈവത്തെ അന്വേഷിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ദൈവത്തെ കണ്ടെത്താനിടയായിട്ടുണ്ട്. അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നത് ദൈവം നമ്മെ തേടി വരുന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇപ്പം നമ്മൾ ബസ്സിൽ വന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി എന്ന് വിചാരിക്കുക. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ സമയം നോക്കി 6 മണിയായി. ഗ്രൗണ്ടിൽ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് പോയി ഇരുന്ന് ഇങ്ങനെ പ്രസംഗമൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് വാച്ച് കയ്യിലില്ല. എന്ത് മനസ്സിലായി? ബസ് ഇറങ്ങിയപ്പോൾ വാച്ച് ഉണ്ടായിരുന്നു, ഇത്രയും വന്ന ദൂരത്തിനിടയ്ക്ക് വാച്ച് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതിനർത്ഥം ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിയ സ്ഥലം മുതൽ ഇത്രയും വന്ന ആ സ്ഥലം വരെ അതിനിടയ്ക്ക് എവിടെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്? സ്വാഭാവികമായിട്ട് നമ്മൾ അന്വേഷിക്കും. അങ്ങനെ വന്ന വഴിത്താരയിലൂടെ തന്നെ അന്വേഷിച്ച് നമ്മൾ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ബസ് ഇറങ്ങിയ ബസ് സ്റ്റോപ്പിൽ തന്നെ നമ്മുടെ വാച്ച് കിടക്കുന്നു. അന്വേഷിച്ചതുകൊണ്ടാണോ കിട്ടിയത്? അന്വേഷിച്ചുകൊണ്ടാണോ കിട്ടിയത്? പിന്നെ എന്തുകൊണ്ടാണ് കിട്ടിയത്? അന്വേഷിച്ചുകൊണ്ടാണോ കിട്ടിയത്? പിന്നെ എന്തുകൊണ്ടാണ് കിട്ടിയത്?
ആരും എടുത്തുകൊണ്ട് പോകാതെ അതവിടെ കിടന്നുകൊണ്ടാണ് കിട്ടിയേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആരും എടുത്തുകൊണ്ട് പോകാതെ അവിടെ തന്നെ അത് കിടന്നുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പം അന്വേഷണം എന്തായി തീർന്നു? അന്വേഷണം കണ്ടെത്തലായി തീർന്നു. കണ്ടെത്തലാകാൻ കാരണം ആരും എടുത്തുകൊണ്ട് പോകാതെ അതവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്വേഷിച്ചില്ലെങ്കിൽ കിട്ടുമോ? അന്വേഷിച്ചില്ലെങ്കിൽ കിട്ടുകയില്ല. അപ്പോൾ അന്വേഷിക്കുന്നത് കൊണ്ട് കിട്ടുകയല്ല, അന്വേഷിക്കുമ്പോൾ കിട്ടുന്നതിന് കാരണം അതവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം നാം ദൈവത്തെ തേടുമ്പോൾ ദൈവത്തെ കണ്ടെത്താൻ ദൈവം ഇടവരുത്തും. അതാണ് അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടവരുത്തും എന്ന് കർത്താവ് അരുളി ചെയ്തു. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ ഔദാര്യത്തിൻ്റെ ഔന്നത്യമാണ് നമ്മളിവിടെ കാണുന്നത്. ചോദിക്കുമ്പോൾ തരുന്നതും ചോദിക്കുന്നതിന് മുമ്പേ തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചോദിക്കുമ്പോൾ തരുന്നതിനേക്കാൾ എത്രയോ മഹത്താണ് ചോദിക്കുന്നതിന് മുമ്പേ അറിഞ്ഞു തരുന്നത്. പലപ്പോഴും മഹാന്മാർ, നല്ല മനസ്സുള്ളവർ ഒരാഗ്രഹം അറിഞ്ഞാൽ, തൻ്റെ പ്രിയപ്പെട്ടവർക്കൊരാഗ്രഹം അറിഞ്ഞാൽ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കും, അല്ലെങ്കിൽ മാറ്റിവെക്കും. പക്ഷെ ചോദിക്കുമ്പോഴായിരിക്കും അത് കിട്ടുന്നത്. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ചോദിക്കണം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ചോദിക്കുക എന്നുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ടാണ്. ഒരു പിതാവിൻ്റെ മുമ്പിൽ ഒരു മകൻ ചെന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം എന്ന് ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ ചോദിക്കുന്നതിനകത്തൊരു ആശ്രയബോധമുണ്ട്, ചോദിക്കുന്നതിനകത്തൊരു ബന്ധമുണ്ട്, ചോദിക്കുന്നതിനകത്ത് വലിയൊരു സന്തോഷം ആ വ്യക്തിക്കുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരു പിതാവ് ഒരിക്കലും എന്നോട് പറഞ്ഞു, എൻ്റെ മകന് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കണമെന്ന് എനിക്കുണ്ട്. അവൻ്റെ പ്രായക്കാരായ മറ്റു കുട്ടികൾ സൈക്കിൾ ചവിട്ടി നടക്കുന്നത് കാണുമ്പോൾ എൻ്റെ മകനും സൈക്കിൾ ചവിട്ടി നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ചില പിതാക്കന്മാർക്ക് മകൻ സൈക്കിൾ ചവിട്ടി നടക്കണമെന്ന് ആഗ്രഹമില്ല. കാരണം പേടിയാണ്. കാരണം സൈക്കിൾ ചവിട്ടി നടന്നിട്ട് അങ്ങനെ വീണാലോ, അപകടം പറ്റിയാലോ. പക്ഷേ ഈ പിതാവ് അങ്ങനെ ആയിരുന്നില്ല. അവൻ സൈക്കിൾ ചവിട്ടി സ്കൂളിൽ പോട്ടെ, അവൻ്റെ കാര്യങ്ങൾക്ക് അവൻ എവിടെയും ഓടിയെത്താനൊരു സൈക്കിൾ നല്ലതാണ്. മാത്രവുമല്ല അവൻ്റെ വ്യായാമത്തിന് അതൊരു നല്ല ഉപാധിയാണ്. അതുകൊണ്ട് അവൻ സൈക്കിൾ ചവിട്ടാൻ ആഗ്രഹിക്കുന്ന ആ പിതാവ് പക്ഷെ മേടിച്ചു കൊടുത്തില്ല. മേടിച്ചു കൊടുക്കാതിരുന്നതിന് കാരണം അവൻ ഒന്ന് ചോദിക്കുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒന്ന് ചോദിക്കുന്നത് കേട്ടിട്ട് വേണം കൊടുക്കാൻ. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് വിലയില്ലെന്ന് തോന്നാം. അവസാനം ഒരു ദിവസം അവനിങ്ങനെ പപ്പയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, പപ്പേ എനിക്കൊരു സൈക്കിൾ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ പപ്പ സ്നേഹത്തോടെ പറഞ്ഞു, നീ ഒന്ന് ചോദിക്കുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. ഞാൻ പണ്ടേ നിനക്ക് തന്നു കഴിഞ്ഞതാണ്. ഞാൻ പണ്ടേ നിനക്ക് തന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സുകൊണ്ട്. പക്ഷേ നീ ഒന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ അത് നിനക്ക് തരാൻ, എൻ്റെ തന്നത് ആവിഷ്കരിക്കാൻ എനിക്ക് സാധിക്കാം. പെട്ടെന്ന് സന്തോഷത്തോടെ ആ പിതാവ് തൻ്റെ മകന് അവൻ ഇഷ്ടപ്പെട്ട ഒരു സൈക്കിള് മേടിച്ചു കൊടുക്കുന്നത് കാണാനിടയായി. പ്രിയപ്പെട്ടവരെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്ന പോലെ, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും എന്ന് പറയുന്ന പോലെ തന്നെ, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് പറയുമ്പോൾ ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് നമ്മളിൽ നിന്ന് ഒരു പ്രതിപ്രവൃത്തി ഉണ്ടാവുകയാണ്. വേറൊരു ഭാഷ പറഞ്ഞാൽ ആദ്യം നടക്കുന്നത് ദൈവം തന്നു എന്നുള്ളതാണ്. സ്വീകരിക്കുന്നത് രണ്ടാമത് നടക്കുന്ന പ്രവൃത്തിയാണ്. ദൈവത്തിന് എപ്പോഴും ആദ്യ പ്രവൃത്തി ചെയ്യാനേ പറ്റുള്ളൂ. ദൈവം എപ്പോഴും ആദ്യ പ്രവൃത്തിയാണ് ചെയ്തത്. രണ്ടു തരം പ്രവൃത്തികളുണ്ട്. ആദ്യ പ്രവൃത്തിയുണ്ട്, പ്രതിപ്രവൃത്തിയുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. അത് അമ്മയുടെ ആദ്യ പ്രവൃത്തിയാണ്. അമ്മ സ്നേഹിക്കുന്നത് ഒരു ആദ്യ സ്നേഹമാണ്. ഈ അമ്മയുടെ ആദ്യ സ്നേഹം സ്വീകരിച്ചിട്ടാണ് കുഞ്ഞ് അമ്മയെ തിരിച്ചു സ്നേഹിക്കുന്നത്. അമ്മ കുഞ്ഞിനെ നോക്കി പുഞ്ചിരിക്കുമ്പോഴാണ് കുഞ്ഞ് പുഞ്ചിരിക്കാൻ പഠിക്കുന്നത്. അമ്മ കുഞ്ഞിൻ്റെ നേരെ നോക്കി എന്തെങ്കിലും ഒന്ന് ഉരുടുമ്പോഴാണ് കുഞ്ഞ് ചുണ്ടനക്കി ഉരുടാൻ പഠിക്കുന്നത്. നമുക്കറിയാം, ചെവി കേൾക്കാത്ത ആളുകൾ സംസാരിക്കാറുമില്ല. സാധാരണ ഇതിൽ അങ്ങനെയാണ്. ചെവി കേൾക്കാത്ത ആളുകൾ സംസാരിക്കാറുമില്ല. എന്തിയെ ചെവി കേൾക്കാത്ത ആളുകൾ സംസാരിക്കാതിരിക്കുന്നത്? സംസാരശക്തി ഇല്ലാഞ്ഞിട്ടല്ല. കാരണം എന്താ? കേട്ടിട്ട് വേണം തിരിച്ചു പറയാൻ. കേൾക്കാത്തത് കൊണ്ട് അവർക്ക് തിരിച്ചു പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഒത്തിരി ആളുകളെ സംബന്ധിച്ചിടത്തോളം സംസാരശേഷി ഉണ്ട്, പക്ഷെ കേൾക്കാത്തത് കൊണ്ട് പറയാൻ പറ്റുന്നില്ല. അതാണ്. അപ്പോൾ കേട്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ദൈവം നമുക്ക് തന്നു എന്നറിയുന്നവർ ചോദിക്കുന്നതിനും തരുമെന്ന് കരുതി ചോദിക്കുന്നതിനും രണ്ട് തരത്തിലാണ് പ്രവർത്തനം ഉള്ളത്. ദൈവം എനിക്ക് ചോദിച്ചാൽ തരും എന്ന് വിചാരിച്ച് ചോദിക്കുന്നതിനേക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നു എന്നറിഞ്ഞിട്ട് ചോദിക്കുന്നത്.
അപ്പോൾ ദൈവമായ കർത്താവ് എല്ലാം തന്നു കഴിഞ്ഞു. പിതാവായ ദൈവം തൻ്റെ പുത്രനെ തന്നു കഴിഞ്ഞു, പരിശുദ്ധാത്മാവിനെ തന്നു കഴിഞ്ഞു. പുത്രനെ സ്വീകരിക്കുന്നവർക്ക്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി കഴിഞ്ഞു, അവൻ അധികാരം നൽകി കഴിഞ്ഞു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതാനുഭവം ഉണ്ടാകുന്നു. അവരെല്ലാം ദൈവമക്കളായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ധ്യാനത്തിലൂടെയും കൺവെൻഷനിലൂടെയൊക്കെ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതുമാണ്. നിങ്ങൾ ചോദിക്കുക. ഈ ഭാഗം വായിച്ച് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവസാനം ഈശോ പറഞ്ഞു വെക്കുന്നത് ഇതാണ്: ചോദിക്കുന്നവൻ ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യന് നൽകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ദാനം ദൈവത്തെ തന്നെയാണ്. തന്നെ നൽകുക എന്നതിനേക്കാൾ വലിയ ദാനം എന്താണ്? അപ്പം ദൈവമായ കർത്താവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് തന്നെ തന്നെയാണ്. തന്നെ നൽകുക എന്ന് പറഞ്ഞാൽ തൻ്റെ പുത്രനെ നൽകുക, പുത്രനിലൂടെ പരിശുദ്ധാത്മാനെ നൽകുക. അതുകൊണ്ട് ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, പരിശുദ്ധാത്മാനെ ലഭിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അവസാനം ഈശോ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അധികമായിട്ട് ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടിയാണ്. ഞാൻ എൻ്റെ സെമിനാരി കാലത്തെ ഒരു അനുഭവം ഓർക്കുകയാണ്. സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഏതാണ്ട് 71, 72 കാലങ്ങളിൽ ഞാൻ തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുക. ഈ കാലത്ത് മാത്യു നായ്ക്കമ്പറമ്പലച്ചനും പനക്കലച്ചനും ഒക്കെ എൻ്റെ അടുത്തടുത്ത ക്ലാസ്സുകളിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു പോരുന്ന കാലത്ത് ഒരു സ്ഥലത്ത്, വിദ്യാഭവൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിക്കുമ്പോൾ, നായ്ക്കമ്പറമ്പലച്ചൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അന്ന് അദ്ദേഹം ബ്രദറാണ്, അച്ഛനായിട്ടില്ല, എന്നോട് പറഞ്ഞു, ബൈബിളിൽ സുവിശേഷത്തിൽ ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, പരിശുദ്ധാത്മാവിനെ ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഒന്ന് ആഗ്രഹത്തോടു കൂടി, ദാഹത്തോടു കൂടി ഒന്ന് ചോദിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ ചാപ്പലിലിരുന്ന്, കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, മറ്റു പലരും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, നമുക്കൊക്കെ മാമോദിസായിൽ പരിശുദ്ധാത്മാവിനെ കിട്ടിയതല്ലേ, അതുപോലെ തന്നെ കുദാശകളൊക്കെ കിട്ടുന്നതല്ലേ, ഇനി പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ തരണമെന്നൊക്കെ പറയുന്നതിന് ആവശ്യം എന്താ? അപ്പോൾ അച്ഛൻ, അന്ന് ബ്രദറാണ്, ബ്രദർ പറഞ്ഞു, മാത്യു പറഞ്ഞു, തീർച്ചയായിട്ടും ഈ ചോദിക്കുമെന്ന് നിങ്ങൾ ലഭിക്കുമെന്ന് എന്ന് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒരു ശക്തമായ ഒരു പരിശുദ്ധാത്മ അഭിഷേകം കിട്ടാനുണ്ട്. അതുകൊണ്ട് ചോദിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ നാളുകൾ ഇങ്ങനെ രാത്രിയിൽ ചാപ്പലിരുന്ന് പരിശുദ്ധാത്മാവിനെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ വിളിച്ചൊരിക്കൽ പറഞ്ഞു, നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എനിക്കെന്തുകൊണ്ടോ അതിനെക്കുറിച്ച് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ അന്ന് കൂടെ ഇരുന്നില്ല. എന്നാലും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, ഫനിച്ചിക്ക, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും എന്തോ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്ത്, ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു സന്തോഷം എനിക്ക് കാണാൻ പറ്റി. അപ്പം എനിക്കും തോന്നി എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളുണ്ടായിരിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായിരിക്കുന്നു. എന്തു പറഞ്ഞാലും അദ്ദേഹം ഒരു ചെറിയ ചിരിയോടുകൂടി അതിനെ നിസ്സാരമായിട്ട് എടുത്ത് മാറിപ്പോകും. മറ്റേ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയുമായിരുന്നു, അല്ലെങ്കിൽ ദേഷ്യപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ മുഖം കറക്കുമായിരുന്നു. പല രീതിയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുമ്പോഴല്ലെങ്കിൽ കളിയാക്കുമ്പോഴൊക്കെ ദേഷ്യം അരച്ചേർന്ന് കാണാമായിരുന്നു. പക്ഷേ ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പുഞ്ചിരി കളിയാടുന്നു. എന്നൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ നോക്കിയാലും പ്രകോപിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നതുപോലെ തന്നെ അദ്ദേഹം പലരെയും വിളിച്ചുകൊണ്ടുപോയി, അന്ന് ചെമ്മാസനായിരുന്നപ്പോൾ പോലും അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും കൈവച്ച് പ്രാർത്ഥിച്ചാൽ രോഗശാന്തി കിട്ടുമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീട് വൈദികനായ ഉടനെ കരിസ്മാറ്റിക് പ്രസ്ഥാനം ഈ കേരളക്കരയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കരിസ്മാറ്റിക്കായിട്ട് പുറത്തു വന്ന ഒരാളാണ്. ആ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം പരിശുദ്ധാത്മ നിറവോടുകൂടി ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയ ഒരാളാണ്.
ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ഒന്നിച്ച് ജീവിച്ച് കാണാൻ ഒരു ഭാഗ്യം എനിക്കും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നു, കോട്ടയിലെ ആദ്യകാല ശുശ്രൂഷയിൽ അവരോടൊക്കെ ഒപ്പം ഞാനും അവിടെ ചെന്നപ്പോൾ വചനോത്സവ മാസികയുടെ ഒരു ചീഫ് എഡിറ്റർ എന്നുള്ള തസ്തികയിലാണ് എന്നെ അവിടെ നിയോഗിച്ചത്. അല്ലെങ്കിൽ അതാണ് എനിക്ക് നിയോഗമായിട്ട് തന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ജോലികൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. ഈ ജോലികളുടെ ഇടയിലൊക്കെ അവിടെ നടക്കുന്ന ശുശ്രൂഷകളിൽ പങ്കുചേരാനായിട്ട് എന്നെയും ക്ഷണിക്കുമായിരുന്നു. പ്രത്യേകിച്ച് പനക്കലച്ചനും നായിക്കമ്പലച്ചനും 2 കസേരയിട്ട് 2 മുറികളിലിരിക്കും. ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് വരും. അങ്ങനെ വന്ന് അവരുടെ അടുത്ത് നിൽക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട് കണ്ടു പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിച്ചു പോകും. അവരെല്ലാം വളരെ നിർവൃതിയോടെ അങ്ങ് പോകും. അങ്ങനെ അവസാനം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ അവർക്ക് കണ്ടു തീരാൻ പറ്റുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. പള്ളിക്കകത്ത് കൈവച്ച് പ്രാർത്ഥിച്ച് എല്ലാവരെയും വിടാനായിട്ട് ഒരു ദിവസം തീരാത്തവരെല്ലാം പള്ളിക്കകത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവർ 2 വശത്ത് നിന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഫനച്ചിക്കലച്ചനും കൂടി, അന്ന് ഞങ്ങളൊക്കെ അച്ഛന്മാരായ അധികം കാലമായിട്ടില്ല, ഫനച്ചിക്കലച്ചനും കൂടി ഞങ്ങളെ സഹായിക്കാനായിട്ട് വരണം, ഒത്തിരി പേര് കൈവപ്പിനുണ്ട്. അപ്പം ഞാനും അവർ പറഞ്ഞനുസരിച്ച് അവിടെ പോയി ഒരു സ്ഥലത്ത് നിന്നു. ഈ 2 പേരുടെ അടുത്ത് ധാരാളമായിട്ട് ആളുകൾ വന്നു. എൻ്റെ അടുത്തേക്ക് ആരും തന്നെ വന്നില്ല. അങ്ങനെ വരാതിരുന്നപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. അപ്പോൾ ഒരു ചേട്ടത്തിക്കും ഈ അച്ഛൻ്റെ അടുത്ത് ആരും ചെല്ലാതിരിക്കുന്നത് ഒരു വിഷമമായിട്ട് തോന്നിയതുകൊണ്ടാണോ ഒരു ചേട്ടത്തി എൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ 2 ചേട്ടത്തിമാരൂടെ വന്നു. അപ്പോൾ ഞാൻ വളരെ സ്നേഹത്തോടെ അവരുടെ ശിരസിൽ കൈവച്ച് ഒത്തിരി നേരം പ്രാർത്ഥിച്ചു. അങ്ങനെ അവരുടെ പ്രാർത്ഥിച്ച് ഞാൻ വിട്ടു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ കണ്ണ് വെട്ടിച്ച് പയ്യെ പോയി പിന്നെയും നായ്ക്കമ്പലച്ചൻ്റെ പോയി നിൽക്കുന്ന കണ്ടു. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, ഞാൻ കൈവച്ചിട്ട് ഒന്നും ഏശിയില്ലല്ലോ, എൻ്റെ കൈവപ്പിന് എന്തോ കുറവുണ്ടല്ലോ. വചനോത്സവ മാസികയുടെ ജോലികൾ വളരെ കൂടിയപ്പോൾ ഞാൻ നായ്ക്കമ്പലച്ചനോട് പറഞ്ഞു, എന്നെക്കൊണ്ട് ഇത് താങ്ങാൻ പറ്റുന്നില്ല. കാരണം അന്ന് കോപ്പി 10,000 ഒക്കെ കഴിഞ്ഞു. സ്റ്റാഫില്ല, എല്ലാം എന്താ പറയുക, മറ്റുള്ളവർ ഓരോരുത്തരെയും വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമദാനം എന്ന് പറയല്ലേ, അതിന് പൈസ ഒന്നും കൊടുക്കാതെ ശ്രമദാനമായിട്ട് വേണം എല്ലാം ചെയ്യിക്കാൻ. അപ്പോൾ സ്റ്റാഫൊന്നും ഇല്ല, ചീഫ് എഡിറ്റർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ശ്രമദാനമായിട്ട് ചെയ്യുന്നവരാണ്. അങ്ങനെ ഈ ശ്രമദാനക്കാരെ വിളിച്ച് മടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ പരിശുദ്ധാത്മ അഭിഷേകം വേണ്ടതുപോലെ ഇല്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം ഭാരമായിട്ട് തോന്നുന്നത്. പണ്ടേ ഞാൻ പറഞ്ഞതല്ലേ പരിശുദ്ധാത്മാവിനെ തരണമെന്ന് പറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകം സ്വീകരിക്കാത്തതുകൊണ്ട് അച്ഛൻ ആ ജോലികളെല്ലാം ഭാരമായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അവർക്കൊക്കെ ഉള്ള എന്തോ ഒരു അഭിഷേകത്തിൻ്റെ കുറവ് എനിക്കുണ്ട് എന്ന് ഞാൻ അംഗീകരിച്ചു. അങ്ങനെയാണ് ഒരു ധ്യാനാനുഭവത്തിലേക്ക് എനിക്ക് പോകാനായിട്ടൊരു പ്രചോദനം ഉണ്ടാവുകയും പോവുകയും ചെയ്ത്. ആ ധ്യാന സ്ഥലത്ത് വെച്ചാണ് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക അഭിഷേക അനുഭവം എനിക്കുണ്ടായത്. ആ അഭിഷേക അനുഭവത്തിന് ശേഷമാണ് വാസ്തവത്തിൽ ഞാൻ ഈ നവീകരണ രംഗവുമായിട്ട് ബന്ധപ്പെട്ട ധ്യാനങ്ങൾ ഏറ്റെടുത്ത് നടത്താനായിട്ട് തുടങ്ങിയത്. പ്രിയപ്പെട്ട ഒരു അഭിഷേകാനുഭവം എന്ന് പറയുന്നത് എൻ്റെ സകല സങ്കല്പത്തെയും അതിശയിക്കുന്നതായിരുന്നു. ഒത്തിരി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടൊക്കെ ശരിയാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം വന്നപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകാനുഭവം വന്നപ്പോൾ ഉണ്ടായ ആ നിറവും സന്തോഷവും അതിൻ്റെ ശേഷം ഉണ്ടായ വ്യത്യാസങ്ങളുമൊക്കെ നേരിട്ട് അനുഭവിച്ചപ്പോൾ എല്ലാവരും ഈ അനുഭവത്തിലേക്ക് വരുന്നില്ലെങ്കിൽ, ദൈവമേ അങ്ങ് തന്ന ഈ മഹത്തായ ദാനം എത്ര വലിയ ദാനമാണ്, ആ ദാനം പരിശുദ്ധാത്മാവിനെ തന്നെ തന്നിട്ടും വേണ്ട രീതിയിൽ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആളുകൾ കഴിയുന്നില്ലല്ലോ എന്നൊരു ദുഃഖം വല്ലാതെ ബാധിക്കുക ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതാണ്, ഏറ്റവും വലിയ ദാനം ദൈവം നമുക്ക് നൽകുന്നത് ദൈവത്തെ തന്നെയാണ്, പരിശുദ്ധാത്മാവിനെയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരാളാണ്, യേശു ഒരാളാണ്, പിതാവ് ഒരാളാണ്, അരൂപിയായ ഒരാളാണെന്ന് കരുതി. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ത്രിത്വത്തിലെ 3ാമത്തെ ആളാണ്. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യോഗ്യതയാലാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തിന് മുമ്പ് പഴയ നിയമകാലത്ത് കഴിഞ്ഞ ദിവസം അവിടെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് വരാൻ തക്ക വിധം എല്ലാവരും ഒരുക്കപ്പെട്ടതും എല്ലാവർക്കും വേണ്ടി പരിശുദ്ധാത്മാവ് അയക്കപ്പെട്ടതും യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഫലമായിട്ടാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് ബുദ്ധിതനായ കർത്താവിൻ്റെ ആത്മാവെന്നാണ്. ബുദ്ധിതനായ കർത്താവിൻ്റെ ആത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ ആ ആത്മാവിൻ്റെ
വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും നമുക്ക് ദാനമായിട്ട് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു സൗജന്യമായിട്ട് കിട്ടുകയാണ്. ഉദാഹരണത്തിന് ഫലങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വിശുദ്ധിയുടെ അടയാളങ്ങളാണ് ഈ ഫലങ്ങളൊക്കെ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, സൗമ്യത, നന്മ, വിശ്വസ്തത, ആത്മസംയമനം തുടങ്ങിയതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ടാണ് നമുക്കത് ലഭിക്കുകയാണ്, അല്ല നമ്മൾ നേടിയെടുക്കുന്നതല്ലത്. അപ്പോൾ അതുകൊണ്ട് ക്ഷമിച്ചു മടുത്തു എന്ന് പറയുന്നൊരു കാര്യം ഓർക്കണം. ക്ഷമിച്ചു മടുക്കുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ക്ഷമ നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പരിശീലനത്തിലൂടെ ക്ഷമിക്കുകയാണ്. കഷ്ടപ്പെട്ട് പരിശീലനത്തിലൂടെ നേടിയെടുത്തൊരു ക്ഷമയെ നമുക്കുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ക്ഷമ നമുക്കില്ല. അതുകൊണ്ടാണ് ക്ഷമിച്ച് മടുത്തു, ഇനി എന്നെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ കാര്യം മോശമാകുമെന്നൊക്കെ പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നെ നമുക്ക് തരുന്നു, തന്നെ നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഇതിനപ്പുറം ദൈവം എന്ത് തരാനാണ് നമുക്ക്? ദൈവത്തെ തന്നെ തരുന്നു. തൻ്റെ പുത്രനെ തന്നു. ആ പുത്രൻ കുരിശിൽ മരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം എന്താണെന്ന് കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് തന്നു. തൻ്റെ ശരീരവും രക്തവും നമുക്ക് തന്നു വിശുദ്ധ കുർബാനയിലൂടെ. ഇതെല്ലാം തന്നിട്ടും നമ്മളിലൊരു മാറ്റവും ഇല്ലെങ്കിൽ അതിന് കാരണം തന്നതിൻ്റെ കുറവല്ല, പിന്നെയോ സ്വീകരിച്ചതിൻ്റെ കുറവാണ്. വിശ്വാസം വഴിയാണ് സ്വീകരിക്കാൻ പറ്റുന്നത്. ആ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ് വേണ്ടത്.